വെൽക്കം ഓൾ ടു നാനോ കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ 1 കപ്പ് കോക്കനട്ട് മിൽക്ക്, ഓക്കെ, തിക്ക് കോക്കനട്ട് മിൽക്കാണ്. പിന്നെ 1/2 കപ്പ് സോക്ഡ് കാഷ്യൂ നട്ട്സ്, ഇതൊരു 6 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ടാണ്, ഒരു 1/2 കപ്പ്. പിന്നെ ഒരു 1/4 കപ്പ് കാക്കോ പൗഡറാണ്, ഓർഗാനിക് കാക്കോ പൗഡർ, കൊക്കോ പൗഡർ അല്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബ്രാൻഡാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഓർഗാനിക് കാക്കോ പൗഡർ, ഓക്കെ, അഗ്രോഫിനോ ബ്രാൻഡിൻ്റെ. സോ കൊക്കോ പൗഡറും ഈ കാക്കോ പൗഡറും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. കൊക്കോ പൗഡർ കുറച്ചും കൂടി പ്രോസസ്ഡ് ആണ്. സോ നിങ്ങൾക്ക് ഈ കാക്കോ പൗഡർ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. സോ അതൊരു 1/4 കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/3 കപ്പ് ജാഗരി സിറപ്പാണിത്, ശർക്കരപ്പാവാണിത്. ഞാൻ സ്വീറ്റ്നറിന് യൂസ് ചെയ്യാം, മധുരത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ശർക്കരപ്പാവാണ്, ഓക്കെ. അതൊരു 1/3 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ചോക്ലേറ്റ് ഐസ്ക്രീമിന് ആവശ്യം. ഇതെല്ലാം കൂടി നമ്മൾ ബ്ലെൻഡ് ചെയ്യാണ്. സോ നമുക്കൊരു ബ്ലെൻഡർ എടുക്കാം, ഓക്കെ. സോ ബ്ലെൻഡർ ഇട്ടിട്ട് ഞാനത് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് കോക്കനട്ട് മിൽക്കാണ്, 1 കപ്പ് കോക്കനട്ട് മിൽക്ക്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് സോക്ഡ് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം, ഓക്കെ. ഇതിലേക്ക് 1/4 കപ്പ് കാക്കോ പൗഡർ, ഓക്കെ. അതിലേക്ക് പിന്നെ നമ്മുടെ ശർക്കരപ്പാവ്, ജാഗരി സിറപ്പ്, ഓക്കെ. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ എ പിഞ്ച് ഓഫ് സോൾട്ട്. നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാൻ ഈ ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റാണ്. അത് നമ്മളിത് ഫ്രീസ് ചെയ്യണം. ഞാൻ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യണം. ഇപ്പോൾ രാത്രി ഉണ്ടാക്കി നാളെ മോർണിംഗേ എടുക്കുള്ളൂ, ഓക്കെ. നമ്മുടെ ഐസ്ക്രീം മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ചിപ്പോൾ ക്രഞ്ചൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ആൽമണ്ട്സും കാഷ്യൂനട്ടൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് മീതെ കൂടെ ഇട്ട് കൊടുക്കാം, ഓക്കെ. സോ ഞാൻ കുറച്ച് ആൽമണ്ടും കാഷ്യൂനട്ടും കൂടി ഒന്ന് അതിൻ്റെ മീതെ ഒന്ന് ടോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതിൽ കുറച്ച് കാഷ്യൂനട്ടും ബദാമും ടോപ്പ് ചെയ്യാണ്. അത് ഒരു ക്രഞ്ചായിട്ട് കടിക്കാൻ കിട്ടുന്നത് നല്ല രസമാണ്, എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് അപ്പം ഞാൻ അതിൽ കുറച്ച് കാഷ്യൂനട്ടും ബദാമും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രീസ് ചെയ്യാം. 6 to 8 hours ഫ്രീസ് ടൈം എടുക്കും. ഞാൻ ഇപ്പോൾ ഓവർനൈറ്റാണ് വയ്ക്കുന്നത്, ഇപ്പോൾ രാത്രി വയ്ക്കുകയാണ്. നമുക്ക് നാളെ എടുത്ത് നോക്കാം, ഓക്കെ. ഇപ്പോൾ മോർണിംഗ് ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കത് പുറത്ത് വയ്ക്കാം. കാരണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റായിട്ട് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്കൂപ്പ് ചെയ്യാൻ പറ്റില്ല, അടുപ്പ് തുറക്കാനും പറ്റുന്നില്ല. അതൊന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, ഓക്കെ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുപോലെ ഉണ്ട്, ഓക്കെ. നമുക്കൊരു 10 മിനിറ്റ് കൂടി വയ്ക്കാം, എന്നാലേ ഇത് നന്നായിട്ട് സ്കൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴും ജസ്റ്റ് കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നത്, ഓക്കെ. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം. അപ്പം നമുക്കൊന്ന് എടുക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോഴും അതേപോലെ തന്നെ കാണാനുണ്ട്. ലെറ്റ്സ് സീ. നമുക്ക് എടുത്ത് നോക്കാം. കുറച്ച് ഹാർഡ് തന്നെയാണ് കേട്ടോ.
കുറച്ച് ടൈമും കൂടി കഴിഞ്ഞിട്ടുണ്ട്. സോ ഫുള്ളായിട്ട് പോയിരുന്നു. വിൽ ട്രൈ. യെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. യാ, ഇറ്റ്സ് ലുക്കിംഗ് നൈസ് അല്ലേ? വിൽ ട്രൈ. Our chocolate ice cream ready. Thank you for watching.